Hello friends, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓണത്തിന് നിങ്ങളുടെ ബർത്ത്ഡേക്കോ പണ്ട് കിട്ടി പൈസ ഓർക്കുന്നുണ്ടോ? അത് എപ്പോഴും ഡ്രോയർ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ അച്ഛനും അമ്മയും ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടുണ്ടാകും. ചെറുപ്രായം കൊണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും, എന്തിനാ പൈസ സേവ് ചെയ്യുന്നേ? അതുകൊണ്ട് എന്താ ഗുണം? ഇന്നത്തെ വീഡിയോ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഈ പൈസ വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാലോ, ഇതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനും നിങ്ങൾക്ക് കുടുംബത്തിനെ സഹായിക്കാനും കഴിഞ്ഞാലോ അടിപൊളിയല്ലേ അത്? എന്നൊരു കാര്യം പറയട്ടെ, കാണുന്ന പോലെ പ്രശ്നമുള്ള കാര്യമല്ല അത്. മാത്രമല്ല ഈ പൈസ കാര്യങ്ങൾ മുതിർന്നവരുടെ മാത്രം കാര്യവുമല്ല. ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, എന്നാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു ടീനേജറാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ടീൻ ഇൻവെസ്റ്റിംഗിന്റെ ബേസിക്സ് വിശദമാക്കി പോക്കറ്റ് മണി പ്രോഫിറ്റ് ആക്കി മാറ്റാൻ കഴിയുന്ന ഓപ്ഷൻസ് നമുക്കിന്ന് നോക്കാം. തുടങ്ങുന്നതിന് മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ തുടങ്ങാം. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര പ്രായം വേണം? ഇന്ത്യൻ മെജോറിറ്റി ആക്ട് ഓഫ് 1875 പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഒരാളെ മൈനറായി കണക്കാക്കുന്നു. അതായത് നിയമപ്രകാരം അവർ അഡൽട്ട് ആയിട്ടില്ല എന്നർത്ഥം. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ള ടീനേജറിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നേരിട്ട് കഴിയില്ല, പക്ഷെ അതിനൊരു വഴിയുണ്ട്. നിങ്ങളുടെ പേരൻസിന്റെയോ ഗാർഡിയൻസിന്റെയോ സഹായത്തോടെ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സാകുന്നതുവരെ നിങ്ങളുടെ പേരൻസിനും ഗാർഡിയൻസിനും നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കാം. ഇൻവെസ്റ്റ്മെന്റ് എല്ലാ കാര്യത്തിലും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ചെറുപ്രായത്തിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ എന്താണ് പ്രയോജനം? ശരി, ഞാൻ ഇനി രവി, അരുൺ എന്ന രണ്ട് ഫ്രണ്ട്സിന്റെ ഉദാഹരണം കാണിക്കാം. രവി 18 വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അരുൺ 28 വയസ്സ് വരെ കാത്തിരുന്നു. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. രവി എല്ലാ മാസവും 5000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അരുൺ വൈകി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാ മാസവും 7000 ഇടുന്നു. രണ്ടുപേർക്കും വർഷം തോറും 10% റിട്ടേൺ കിട്ടുന്നുണ്ട്. 35 വയസ്സാകുമ്പോൾ അവരുടെ സേവിങ്സ് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാകും അറിയോ? 18 വയസ്സിൽ തുടങ്ങിയ രവിക്ക് 16,63,492 റിട്ടേൺ ഉണ്ടാകും. അരുണിനോ 2,65,708 ഉണ്ടാകുള്ളൂ. അതൊരു വലിയ വ്യത്യാസമല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പവർ ആണ് ഈ വ്യത്യാസത്തിന് കാരണം. പ്രത്യേകിച്ച് ഓരോരുത്തരും എത്ര കാലം അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ കോമ്പൗണ്ട് ചെയ്യാൻ വിട്ടു എന്നതിലാണ് കാര്യം. രവി അരുണിനേക്കാൾ 10 വർഷം മുൻപേ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അവന്റെ പണത്തിന് വളരാൻ കൂടുതൽ സമയം ഉണ്ടായി. ഉദാഹരണത്തിൽ കണ്ട പോലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രയോജനങ്ങൾ ഞാൻ ഇനി പറയാം. നല്ല ശീലങ്ങൾ വളർത്തുക. നേരത്തെ തുടങ്ങുന്നത് നിങ്ങൾ സമ്പാദ്യം എന്ന ചിട്ട വളർത്തുന്നു. അതൊരു ശീലമാകുന്നു. ഈ ശീലം വന്നാൽ കൂടുതൽ പണം സേവ് ചെയ്യാം. അങ്ങനെ ഭാവിയിൽ കൂടുതൽ റിട്ടേൺസും ഉണ്ടാകും. തിരികെ കിട്ടാനുള്ള സമയം. ഇൻവെസ്റ്റ്മെന്റുകൾ എന്തെങ്കിലും നഷ്ടം വന്നാൽ നേരത്തെ തുടങ്ങുന്നത് കൊണ്ട് അവ നികത്താൻ കൂടുതൽ സമയം നൽകും. അങ്ങനെ സ്ട്രെസ് കുറയ്ക്കാം. കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി. ഞാൻ ഉദാഹരണത്തിൽ കാണിച്ച പോലെ കോമ്പൗണ്ടിങ് ഒരു മാജിക് പോലെയാണ്. നിങ്ങളുടെ പണം സ്വയം വളരും. നേരത്തെ തുടങ്ങിയ സമയം പോകുന്തോറും ഇത് ഗണ്യമായി വളരും. അങ്ങനെയാണ് രവി അരുണിനേക്കാൾ സമ്പാദിച്ചത്. നേരത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യം. ചെറുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ കഴിയും. അതായത് പണത്തെക്കുറിച്ച് പേടിക്കാതെ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാം. സുരക്ഷാ നെറ്റ്. ജീവിതം അൺഎക്സ്പെക്റ്റഡ് ആണ്. ഒരു അത്യാവശ്യത്തിന് നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നേരത്തെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ സുരക്ഷ നെറ്റ് ആക്കാം. ഇൻവെസ്റ്റ് ചെയ്യുന്നതിലെ റിസ്ക്. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അതിനോടൊപ്പം വരുന്ന വെല്ലുവിളികളും നമ്മൾ മനസ്സിലാക്കണം. ഇൻവെസ്റ്റിംഗ് എന്ന വളരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പണം എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇടുക. പക്ഷെ ജീവിതത്തിലെ പല കാര്യങ്ങളെ പോലെ ഇതിനൊരു ഉറപ്പുമില്ല. പല ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് പലതരത്തിലാണ്. അപ്പൊ ഇതാണ് ഓർക്കേണ്ട പ്രധാന കാര്യങ്ങൾ. റിസ്ക്കും റിട്ടേണും ഒരുമിച്ച് പോകുന്നു. സാധാരണയായി ഉയർന്ന റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉയർന്ന റിസ്ക്കുമായി വരുന്നു. സ്വയം അറിയുക. ഓരോരുത്തർക്കും എടുക്കാവുന്ന റിസ്കിന്റെ ലെവൽ ഒരേപോലെയല്ല. ചിലർക്ക് റിസ്ക് ഇഷ്ടമാണ്, എന്നാൽ മറ്റു ചിലർ സേഫ്റ്റി വേണം എന്നുള്ളവരാണ്. അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് കാര്യം. നിങ്ങൾക്ക് സൗകര്യപ്രദമായത് എന്താണെന്ന് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെന്റ്സ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള മികച്ച വഴികളിൽ ഒന്നാണ് ഡൈവേഴ്സിറ്റി. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പല മേഖലകളിലേക്ക് തിരിക്കുക എന്നർത്ഥം. ഒന്നൊന്നായി പോകുന്നില്ലെങ്കിൽ മറ്റൊന്നും കൊണ്ട് രക്ഷപ്പെടാം. പക്ഷെ ഏത് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കുന്നതിന് മുൻപും എക്സ്പീരിയൻസ് ഉള്ള ആരോടെങ്കിലും കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിശദമായി റിസർച്ച് ചെയ്യുകയോ വേണം എന്ന് എപ്പോഴും ഓർക്കണം. മൈനറായി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനുള്ള പ്രൊസീജിയർ എന്താണ്? നിങ്ങൾ തുടങ്ങാൻ എക്സൈറ്റഡ് ആണെന്നറിയാം, പക്ഷെ മൈനർ എന്ന നിലയ്ക്ക് ചില റൂൾസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യണം. ഓരോന്നും വിശദമായി നോക്കാം. ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ മൈനറിന് സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അതിനാൽ അവർക്ക് ഒരു ഗാർഡിയൻ വേണം. മിക്കപ്പോഴും പേരൻസ് ആണ് സ്വാഭാവികമായി ഗാർഡിയൻ ആകുന്നത്. എന്നാൽ ചില കേസിൽ കോടതി ഒരാളെ നിയമിക്കും. പ്രായം തെളിയിക്കാനുള്ള ഡോക്യുമെന്റ്സ്. മൈനറിന്റെ പ്രായം തെളിയിക്കേണ്ടതുണ്ട്. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടത് ചെയ്യാം. ഗാർഡിയനുമായുള്ള ബന്ധം സ്ഥാപിക്കുക. മൈനറും ഗാർഡിയനും തമ്മിലുള്ള ബന്ധം കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. പേരന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് മതിയാകും. ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ കോർട്ട് ഓർഡർ അത്യാവശ്യമാണ്. ഗാർഡിയൻ കൊടുക്കേണ്ട മറ്റു ഡോക്യുമെന്റ്സ്. ഗാർഡിയൻ ചില ഡോക്യുമെന്റ്സ് നൽകും. ബാങ്ക് വിവരങ്ങൾ, പാൻ കാർഡ്, സെബി നിയമങ്ങൾക്കനുസരിച്ച് KYC പ്രോസസ് പൂർത്തിയാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടും. പൈസ കൈകാര്യം ചെയ്യുക. ഗാർഡിയൻ ഇൻവെസ്റ്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുമെങ്കിലും മൈനർ ആണ് ഇതിന്റെ ഉടമ. ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകളെല്ലാം ഗാർഡിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരും. അക്കൗണ്ട് ഡീറ്റെയിൽസ്. അക്കൗണ്ട് മൈനറിന്റെ പേരിൽ തന്നെ ആയിരിക്കും. ഇത് ജോയിന്റ് അക്കൗണ്ട് അല്ല. കൂടാതെ നോമിനി ഒന്നും നൽകാൻ കഴിയില്ല. ഇനി മൈനറിന് 18 വയസ്സ് കഴിഞ്ഞാൽ എന്താകും? ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യുക. അഡൽട്ട് ആയി കഴിഞ്ഞാൽ അവരുടെ പാൻ നൽകി KYC പ്രോസസ് പൂർത്തിയാക്കണം. ഒപ്പുമാറ്റാം. പുതിയ അഡൽട്ടിന്റെ സൈൻ അറ്റസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഗാർഡിയന്റെ ഒപ്പിന് പകരം ഇതാകും. അക്കൗണ്ട് കൈകാര്യം ചെയ്യുക. മൈനർ അഡൽട്ട് ആയ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന് മുൻപത്തെ പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ അഡൽട്ട് ആയ ആളാണ് ഇനി എല്ലാ ഭാവി ട്രാൻസാക്ഷനും കൈകാര്യം ചെയ്യുക. ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ടാക്സുകളും ഗെയിൻസും. ടാക്സ് ആവശ്യങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നിന്ന് സമ്പാദിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ്
പേരന്റിന്റെയോ ഗാർഡിയന്റെ ഇൻകം കൂടെ ചേർക്കും. അതായത് ഈ ഇൻകമിന്റെ ടാക്സ് ഗാർഡിയന്റെ ടാക്സ് സ്ലാബിന് അനുസരിച്ചാണ് നൽകുന്നത് എന്നർത്ഥം. ഗാർഡിയനെ മാറ്റുക. ചില കേസുകളിൽ ഗാർഡിയൻ മാറും. അപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും പുതിയ ഗാർഡിയനെ നിയമിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് പോലുള്ള പ്രത്യേക ഡോക്യുമെന്റും ആവശ്യമാണ്. യങ് ഇൻവെസ്റ്റേഴ്സിന്റെ മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. സ്റ്റോക്ക് മാർക്കറ്റ്. നിങ്ങൾക്ക് 18 അല്ലെങ്കിൽ 19 വയസ്സാണ് പ്രായമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ നൽകിയിരിക്കുന്ന വിശദമായ വീഡിയോ കാണുക. എന്നാൽ നിങ്ങൾക്ക് 18 വയസ്സിലും കുറവാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ സ്റ്റെപ്സിനോടൊപ്പം നിങ്ങൾ ഇതൊക്കെ അറിയണം. മൈനേഴ്സിന് വേണ്ടിയുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. മൈനറിന്റെ പേരിൽ ബാങ്ക്, ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഒരുമിച്ച് ചേർക്കുന്ന 3-in-1 അക്കൗണ്ട് തുടങ്ങാം. ഇൻവെസ്റ്റ്മെന്റ് പരിമിതികൾ. ഇക്വിറ്റി ഡെലിവറി ട്രേഡിൽ മാത്രമേ മൈനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയൂ. ഇൻട്രാഡേ ട്രേഡിംഗ്, ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്, കറൻസി ഡെറിവേറ്റീവ്സ് എന്നിവയിൽ അവർക്ക് ഏർപ്പെടാൻ കഴിയില്ല എന്നർത്ഥം. മൈനേഴ്സ് ഒരു ഡിമാറ്റ് അക്കൗണ്ടിലെയും ജോയിന്റ് ഹോൾഡർ ആകാൻ കഴിയില്ല. മ്യൂച്വൽ ഫണ്ട്സ്. നിങ്ങളൊരു മൈനർ ആണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ സ്റ്റെപ്സിനോടൊപ്പം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ ഇതാണ്. ആവശ്യമായ ഡോക്യുമെന്റ്സ്. പ്രായത്തിന്റെ തെളിവ്. ഇത് വളരെ പ്രധാനമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഹയർ സെക്കൻഡറി ബോർഡ്, ICSE, CBSE തുടങ്ങിയ പ്രമുഖ ബോർഡുകളിൽ നിന്നുള്ള സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ്. ഐഡന്റിറ്റി പ്രൂഫ്. മൈനറിന്റെ പാസ്പോർട്ടിന്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമാക്കുന്ന മറ്റെന്തെങ്കിലും വാലിഡ് ഡോക്യുമെന്റ്. നോട്ടറി പബ്ലിക്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ ഈ ഡോക്യുമെന്റുകൾ അറ്റസ്റ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണം. പ്രത്യേക നിർദ്ദേശങ്ങൾ. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, STP, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നീ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് നീണ്ട കാലത്തേക്കാണെങ്കിലും 18 വയസ്സ് വരെ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ഓർക്കുക. ഗോൾഡ് ആഭരണം മാത്രമല്ല, സമ്പത്തിന്റെയും സ്ഥിരതയുടെയും ലക്ഷണം കൂടിയാണ്. ഇപ്പൊ ടെക്നോളജിയുടെ വളർച്ചയോടെ എല്ലാവരും, പ്രത്യേകിച്ച് യൂത്ത്, ഡിജിറ്റൽ ഗോൾഡ് ഇഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ 18 മുതൽ 24 വയസ്സിനിടയിലുള്ള 15% പേരും ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാൽ പ്രോസസ് എന്താണ് എന്നറിയില്ല എങ്കിൽ ഇതാ ചില ഓപ്ഷൻസ്. സോവറിൻ ഗോൾഡ് ബോണ്ട്. മൈനർ ആണെങ്കിൽ പോലും SGBകൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റു ഓപ്ഷൻസ് പോലെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ ഒരു ഗാർഡിയൻ വേണം. ഗോൾഡ് റഷ് പ്ലാറ്റ്ഫോം. മൈനേഴ്സിനുള്ള മറ്റൊരു ഓപ്ഷൻ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന ഗോൾഡ് റഷ് പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ ഗോൾഡിൽ എൻറോൾ ചെയ്യുക എന്നതാണ്. ഇത് സിമ്പിൾ ആണ്, ഡിജിറ്റൽ ആണ്, ട്രാൻസ്പെറന്റുമാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ട്, SSY. ഇനി എന്താണ് SSY? പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ ഗവൺമെന്റ് ബാക്ക്ഡ് സേവിംഗ്സ് പ്ലാൻ. 10 വയസ്സിലും താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി ഒരു SSY അക്കൗണ്ട് തുടങ്ങാം. അക്കൗണ്ട് തുടങ്ങിയ ഡേറ്റ് മുതൽ 15 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്ത് 21 വർഷത്തിന് ശേഷമോ 18 വയസ്സിന് ശേഷം പെൺകുട്ടിയുടെ കല്യാണ സമയത്ത് മെച്യൂരിറ്റി ആകും. 8% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് നേടുന്നു. എല്ലാ വർഷവും കോമ്പൗണ്ട് ചെയ്യുന്നു. വർഷം തോറും വെറും 250 റുപ്പീസ് കൊണ്ട് നിങ്ങൾക്ക് കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാം. വർഷം തോറും നിങ്ങൾക്ക് 1.5 ലക്ഷം വരെ ഇൻവെസ്റ്റും ചെയ്യാം. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, NSC. ഇന്ത്യ പോസ്റ്റ് നൽകുന്ന NSC മൈനറിന്റെ പേരിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സേവിംഗ് സ്കീമാണ്. ജൂലൈ 1, 2023 അനുസരിച്ച് 7.7% പെർ ആനം എന്ന മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് നൽകുന്നു. 5 വർഷത്തെ ഫിക്സ്ഡ് കാലാവധി ഉള്ളതിനാൽ മെച്യൂരിറ്റി സമയത്ത് ഒരു നല്ല തുക ഇത് ഉറപ്പാക്കുന്നു. മിനിമം തുക 1000 തുടങ്ങുന്നു. ഇൻവെസ്റ്റ്മെന്റ് അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ NSൽ നിന്ന് ലോണും എടുക്കാം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ വളരെ ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടെത്തി ഉപയോഗിക്കാൻ ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കാൻ അതൊന്ന് കണ്ടു നോക്കൂ. കാണുന്ന എല്ലാ ടീനേജേഴ്സിനോടും ബേസിക് അറിവ് നേടുക എന്നതായിരിക്കണം നിങ്ങളുടെ ആദ്യ സ്റ്റെപ്പ്. പേരൻസിനോട് പണത്തെക്കുറിച്ചുള്ള പരിധികളും തെറ്റിദ്ധാരണകളും നമുക്ക് മാറ്റാം. നേരത്തെ തന്നെ സമ്പാദ്യത്തിന്റെയും ഇൻവെസ്റ്റിംഗിന്റെയും കോൺസെപ്റ്റ്സ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ വിജയകരവും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ജീവിതം നേടാൻ നമുക്ക് അവരെ സഹായിക്കാം. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണമെന്നുണ്ട്. ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? താഴെ കമന്റ്സിൽ പറയൂ. കണ്ടത് നന്ദി. ഈ വിവരങ്ങൾ സഹായകരമായിരുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.